ചെറിയ കുട്ടികൾ ഇന്ന് കൂടുതലായും കണ്ടുവരുന്ന ഒരു സാധാരണ പ്രോബ്ലമാണ് കുട്ടികൾക്ക് മലം പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്ന പ്രക്രിയ. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നുള്ളത് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ചെറിയ കുട്ടികൾക്ക് 2 വയസ്സിനുള്ളിൽ സ്വന്തമായി മലം കൺട്രോൾ വരുന്നതാണ്. അവർക്ക് 2 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് മലം പോകണമെന്ന് തോന്നുകയും അതനുസരിച്ച് പേരൻസോട് പറയാൻ അവർക്ക് അറിയാം. ഇന്ന് അധിക കുട്ടികളും ചെറുപ്രായത്തിൽ അവർ സോഷ്യൽ മീഡിയ എൻഗേജ് ആകിയിരിക്കുകയും കുട്ടികൾ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് കൂടാണ്ട് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എസ്പെഷ്യലി ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുകയും വെള്ളം കുടിക്കുന്നത് കുറയുകയും മലം പോകാനുള്ള പ്രയാസം കൂടുതൽ അനുഭവപ്പെടുന്നു. അതുകൂടാതെ ഏതൊരു കുട്ടിക്കും സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ജലദോഷവും ചുമയും പനിയും കാരണം ആ പീരീഡിൽ കുട്ടികൾക്ക് വെള്ളവും ഭക്ഷണവും കഴിക്കുന്ന കുറയുമ്പോൾ ആ സമയത്ത് പോകുന്നത് കുറയുന്നു. അതുവഴി 1-2 ദിവസം കഴിയുമ്പോൾ മലം പോകാതിരിക്കുമ്പോൾ പിന്നീട് പോകുമ്പോൾ കുട്ടിക്ക് വളരെയധികം പ്രയാസം അനുഭവപ്പെടുകയും ഈ കട്ടിയുള്ള മലം പുറത്തു പോകുമ്പോൾ മലദ്വാരത്തിൽ മുറിവേൽക്കുകയും അതുവഴി ബ്ലഡ് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രാവശ്യം അനുഭവപ്പെട്ട കുട്ടികൾ വീണ്ടും മലം പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുവഴി കുട്ടികൾക്ക് ക്രമേണ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. മുതിർന്ന കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ പലപ്പോഴും സ്കൂൾ സറൗണ്ടിങ്സിൽ യൂഷ്വലി ടോയ്ലറ്റിൽ പോകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. മറ്റു ചില കുട്ടികൾക്ക് അതിരാവിലെ എണീച്ച് ഉടനെ വല്ല മതപഠനത്തിനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് അവർ എണീച്ച് റെഡിയായിട്ട് സ്കൂളിൽ പോകുന്ന തിരക്കിലായിരിക്കും. അപ്പൊ രാവിലെ അവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല. ഇതുവഴി ഇത്തരം കുട്ടികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. എങ്ങനെ നമുക്ക് ഇതിനെ പരിഹരിക്കാം? കുട്ടികൾക്ക് കൂടുതൽ ഫ്ലൂയിഡ് കൊടുക്കുക, കുട്ടികളെ രാവിലെ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു അവസരം കൊടുക്കുക, ഭക്ഷണ രീതിയിൽ ക്രമീകരിക്കുക, ഇവ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത്തരം ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ഹെൽത്ത് അസാർട്സ് ഉണ്ടാക്കും? ഒന്നാമതായി അത്തരം കുട്ടികൾക്ക് യൂറിനറി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാം, കൃത്യമായി മലം പോയില്ലെങ്കിൽ കൂടെ വയറുവേദന വരാം. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ടോയ്ലറ്ററി ട്രെയിനിങ് തക്ക സമയത്ത് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.